ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് മാസം 10-ാം തീയതി സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിനെതിരെ പഴയന്നൂർ എളനാട് പ്രദേശത്തെ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ടൗണിൽ ഒരു പ്രതിഷേധ സമരം നടത്തുകയുണ്ടായി. ആ പ്രതിഷേധ സമരത്തിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒട്ടനവധി സ്ത്രീകളും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. ഈ പരിപാടിക്ക് ശേഷം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് സജിത മുരളി അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ പ്രതിഷേധ സമരത്തിൻ്റെ ചിത്രങ്ങളും ന്യൂസും പങ്കുവയ്ക്കുകയുണ്ടായി. അതിന് താഴെ ഒരു സാമൂഹ്യ ദ്രോഹി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഭാഷകളാണ് ഉപയോഗിച്ചത്. ഒരു സ്ത്രീയും കേട്ടാൽ മാനസിക വിഷമം ഉണ്ടാക്കുന്ന അത്രയും മോശമായ പദങ്ങളാണ് ആ ഫേസ്ബുക്ക് പേജിന് അവർ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സാമൂഹ്യ ദ്രോഹിയെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി CPM പഴയന്നൂർ CPM ലോക്കൽ കമ്മിറ്റി ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സ്ത്രീകളെയും അപമാനിച്ചതിനെതിരെ കേസ് എടുക്കാൻ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി പാർട്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ കുറ്റം ചെയ്ത ഈ സാമൂഹ്യ ദ്രോഹിയെ സമൂഹത്തിൽ കൊണ്ടുവന്ന് അവന് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏത് അറ്റം വരെയും പോകാൻ പാർട്ടിയും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടാവും. അതിന് എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് എന്താണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്? പോലീസിൽ പരാതി കൊടുത്തത് 11-ാം തീയതി കൊടുത്തു. 12-ാം തീയതിയാണ് കേസ് FIR ഇട്ട് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസിനോട് അന്വേഷിക്കുമ്പോൾ അവർ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കിട്ടിയാൽ ഉടനെ അവൻ്റെ പേരിൽ നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. എന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെതിരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രതികരിച്ചതുകൊണ്ട് നന്നായി. കാരണം അതിൽ നിന്ന് പിന്മാറിപ്പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് അല്ലേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ല. അല്ല, തീർച്ചയായും സ്ത്രീകളെ അപമാനിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.